തബ്ലീഗ് ജമാഅത്താണ് സത്യത്തിൽ കേരളത്തിലും പരിസരത്തും ബിദ്അത്തിനെ ഇത്ര ജനകീയമാക്കിയ ഒരു വിഭാഗം അവരെ പോലെ വേറെയില്ല. ഈ ഒരു സംഘടന ഇവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും 1%, 2%-ത്തിനപ്പുറം വഹാബികൾക്ക് പ്ലാറ്റ്ഫോം കിട്ടുമായിരുന്നില്ല. അവരെ ജനകീയവൽക്കരിച്ച് തബ്ലീഗ് ജമാഅത്ത്. അവരെ കുപ്പായം, നീള കുപ്പായം, താടിയൊക്കെ കണ്ട് ജനങ്ങൾ തൊപ്പിയും തലയെ കെട്ടും, ജനങ്ങൾ തൊപ്പിയും ചെയ്താൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ പറയേണ്ട നേരത്ത് പറയാൻ പണ്ഡിതന്മാർ തയ്യാറായില്ല. അപ്പോൾ ഇസ്ലാം മരിച്ചു. അത് നഷ്ടപ്പെട്ടാൽ ദീൻ നശിച്ചു. എന്തുകൊണ്ട്? ഞങ്ങോട്ട് കൂടെ ഒന്നും നോക്കണ്ട. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത വാഹിദ. 1926 ജൂൺ 26 സമസ്ത ഉദ്ഘാടനം ചെയ്തപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങക്കാരനും ഓതിയ ഹദീസാണ്. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. എന്റെ സമുദായം ഇസ്രായേലി ജനത 72 എങ്കിൽ എന്റെ ജനത 73 വരും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിൽ. ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു ഭാഗം രക്ഷപ്പെടും. അതാണ് എന്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ നിലനിർത്തട്ടെ. 2030 എന്ന കൊല്ലം ഉണ്ടെങ്കിൽ മൊത്തം കേരളത്തിൽ നോക്കിയാൽ ഒരു 30% മുസ്ലിം പെണ്ണുങ്ങളും നിരീശ്വരവാദികളായിരിക്കും. എഴുതിച്ചാണ് റഹ്മത്തുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞേ? 2030 എന്ന വർഷമുണ്ടെങ്കിൽ മൊത്തം കേരളത്തിൽ ഒരു 30% പെണ്ണുങ്ങളെങ്കിലും നിരീശ്വരവാദികളായിരിക്കും. അത് 60% വരെ വരാനും സാധ്യതയുണ്ട്. ഒഴുക മഹ്ദി ഇമാം വന്നാൽ മരിക്കുന്നത് വരെ യുദ്ധമായിരിക്കും. യുദ്ധമില്ലാത്ത ദിവസം ഉണ്ടാവില്ല. നമ്മൾ മഹ്ദി ഇമാമിനെ വരുത്തണ തന്നെ മന്തി ഒന്നും കൂടി ഉഷാറിൽ തിന്നാൻ വേണ്ടിയിട്ടാണ്. മഹ്ദി ഇമാം വന്നാൽ ഈ കളി നടക്കൂല, സമ്മേളനം ഒന്നും നടക്കൂല, പണിയായിരിക്കും. പിന്നെ വേറൊന്നും നടക്കൂല. പിന്നെ സമ്മേളനമൊക്കെ മഹ്ദി ഇമാം പോയി 9 കൊല്ലം കഴിഞ്ഞിട്ടേ പിന്നെ മഹ്ദി ഇമാം പോയിട്ടുള്ള സമ്മേളനത്തിൽ നമ്മൾ പറയാം നമുക്ക് കഴിഞ്ഞ 9 കൊല്ലവും വാർഷികം നടത്താൻ കഴിഞ്ഞില്ല. സ്ഥലത്ത് മഹ്ദി ഇമാം ഉണ്ടായതുകൊണ്ട് അതാണ് കഴിഞ്ഞ 9 കൊല്ലവും നമ്മുടെ സമ്മേളനം നടത്താത്തതിൽ അനുയായികൾക്കുണ്ടായ പ്രയാസത്തിൽ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു. അയ്യയ്യന്റെ മൂല്യന്മാരെ, അന്തല്ലേ മൂല്യരാണ്ട് അന്തത്തോടു കൂടി ചിന്തിക്കും. പടച്ച നമ്പൂരി എന്തിനാ തന്ന് വളരെ ചിന്തിക്കും. അതൊന്നും നമ്മളുടെ വിഷയം തന്നെ. മഹ്ദി ഇമാം വരുന്നതിന് അന്ന് രാവിലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ച്. ഒരു നഷ്ടമുണ്ടോ? എന്ത് നഷ്ടം? മുഅ്മിനായ മനുഷ്യൻ എന്താണെങ്കിലും ലാഭമാണ്. മുഅ്മിനായ മനുഷ്യന് എന്താണെങ്കിലും ലാഭമാണ്. കാരണം അവൻ ആരാണ്? മുഅ്മിനായ മനുഷ്യൻ ആരാണല്ലോ, മുഅ്മിനായ ആണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ലെങ്കിലും ഖദീജ ഒരു ബിംബത്തിന് സുജൂദ് ചെയ്തില്ല. 15 വയസ്സാ കൂടുതൽ. 360 ഇരിക്കുകയാണ്. നബി വന്നോ? ഖദീജ നീ അങ്ങോട്ട് പോകരുതെന്ന് പറയാൻ നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണം. ഹബീബായ നബിയേക്കാൾ 15 കൊല്ലം നേരത്തെ ജനിച്ച പെണ്ണാണല്ലോ ആര്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. 9 വയസ്സാകുമ്പോഴത്തിന് പുഷ്പിണിയായി ഒരു ഭർത്താവിന് യോഗ്യയായിരുന്ന അറബി പെണ്ണുങ്ങളുടെ ഒരു കാലമാണത്. 9 വയസ്സിലൊക്കെ നിറച്ച് പെൺകുട്ടികളെ കിട്ടി. നല്ല മരുഭൂമിയിലെ കാറ്റിനും അവിടുത്തെ വസന്തത്തിനും അവിടുത്തെ ഹേമന്തത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. 9ാമത്തെ വയസ്സിൽ ഒരു പെണ്ണ് ഋതുമതിയാവും. എല്ലാവിധ സ്ത്രീന ഗുണങ്ങളും പെണ്ണിനുണ്ടാവും. പിന്നെയും അപ്പൊ ഖദീജ ബീവി ഒരു പെണ്ണായി 2 ഭർത്താക്കന്മാർ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വരിച്ച് പിന്നെയും 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് ജനിച്ചത്? മുഹമ്മദ് മുസ്തഫ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഒരഭിപ്രായം 2 ഭർത്താക്കന്മാർ കിട്ടിയിട്ടുണ്ട് നേരത്തെ. ഒരഭിപ്രായം 3. ഒരഭിപ്രായത്തിൽ 3 കുട്ടികളുണ്ട്, ഒരഭിപ്രായത്തിൽ 5 കുട്ടികളുണ്ട് നേരത്തെ. അപ്പൊ നേരത്തെ ഹബീബ റസൂലുള്ളാഹിയുടെ നേരത്തെ 15 കൊല്ലം നേരത്തെയാണ് ആര് ജനിക്കുന്നത്? ഖദീജ ബീവി. അന്ന് കഅബാലയത്തിൽ 360 എണ്ണം ഉണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത എണ്ണം എത്ര ഉണ്ട്? പറ. 360 എണ്ണം ഉണ്ട്. എന്നിട്ട് ഒരു തവണ അങ്ങോട്ട് കയറിയില്ല, ഒരു തവാഫ് ചെയ്തില്ല. എന്തുകൊണ്ട്? റസൂൽ വരേണ്ടി വന്നില്ല ഖദീജ ബീവിക്ക് മുഅ്മിനാകാൻ. فإنها طاهرة أي طاهرة من آثام ومن أدناس الشرك.
എല്ലാ ധനസിനെ തൊട്ടും എല്ലാ ആസാമിനെ തൊട്ടും പരിശുദ്ധയാണ് ആര്? ഖദീജ ബീവി. നബി വന്നിട്ടാണ് അങ്ങനെ ആയത്. നിങ്ങൾ എന്റെ കൂടെ വരി പ്ലീസ്, ദയവായി വരി. ഖദീജ ബീവി നബി പറഞ്ഞിട്ടാണോ ഖദീജ ബീവി നന്നായത്? അല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ബിംബത്തിന് സുജൂദ് ചെയ്തിട്ടില്ല ആര്? ഫഇന്നഹ ത്വാഹിറ لتقديسها بتقديسها وبطهارتها سموها فإنها طاهرة. മക്കക്കാർ അവർക്ക് എന്ത് പേര് വെച്ചു? فإنها طاهرة. ഹിറാ ഗുഹയിൽ പോയി ഹബീബ നബി ഇരുന്നു. ഒരു പെണ്ണിന്റെ കൂടെ കിടക്കാതെ ഭർത്താവ് ഹിറാ ഗുഹയിൽ പോയി കിടക്കുക 6 മാസം. എപ്പോഴെങ്കിലും ഇറങ്ങി വരും, പിന്നെ അങ്ങനെ തന്നെ കയറി പോകും. ഒരു പെണ്ണാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് നിങ്ങൾ കെട്ടിച്ച്? അങ്ങനെയല്ലേ നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഇവിടുത്തെ എന്താ പറയാ, കുമ്രയിലെ ഒരു മലിന്റെ മുകളിൽ നിങ്ങൾ പോയി കിടക്കാണ്, അതിന്റെ താഴെ നിങ്ങളെ പെണ്ണുങ്ങളെ വീടുവാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളെ ഭാര്യ എന്താ പറയാ, അയ്യേ എന്റെ മനുഷ്യ, നിങ്ങളെ കൊണ്ടാണ് എന്റെ വാപ്പ എന്നെ കെട്ടിച്ച്. 6 മാസം കഴിഞ്ഞപ്പോൾ റമദാനിലെ രാത്രി ഓടി വന്നു, എന്നെ ആരോ പേടിപ്പിച്ചു ഖദീജ. അപ്പോൾ ഒരു നാടൻ പെണ്ണാണെങ്കിൽ, നേരത്തെ മുമ്പിനകത്ത് അല്ലാത്ത പെണ്ണാണെങ്കിൽ എന്താ പറയണ്ടത്, നന്നായി ഇനി ഏതായാലും പോവില്ലല്ലോ, ഞാനും വിചാരിച്ചു അതെങ്കിലും നാട്ടണം, അങ്ങനെയല്ലേ പറയണ്ടേ? എന്താ പറഞ്ഞേ? والله لا يخزيك الله أبدا إنك لتصل الرحمة وتعمل الكلة وتصبر على نوائب الحق وتقري الضيف وتصبر على نوائب الحق. എന്തി പറയാൻ കഴിഞ്ഞത്? فإنها مؤمنة مؤمنة അജബൽ അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്. فإن الأمر كله له, എന്താണെങ്കിലും അവനെ ലാഭം. إذا مسته سراء شكر وإذا مسته ضراء صبر فهو خير له. നേട്ടമുണ്ടായാൽ നന്ദി ചെയ്യും, അവനത് ഖൈറായിരിക്കും. കോട്ടമുണ്ടായാൽ ക്ഷമിക്കും, അപ്പോഴും അവനത് ഖൈറായിരിക്കും. എന്താ പ്രശ്നം? പ്രശ്നം മഹ്ദിമാ വന്നില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ ലാഭം? മഹ്ദിമാ വന്നു, എന്താ ലാഭം? നമ്മളെ പണി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ നാട് നന്നായിട്ട്. പലതിലും ഉത്തരവാദിത്വം എന്തിലും പലതിലും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചാൽ ഖൈറുണ്ടാവും. വിദ്യാർത്ഥിയിലേക്ക് ജനത ഓടുക. എന്നാൽ 25 കൊല്ലം മുമ്പ് ബിദ്അത്തിനെ കുറിച്ച് നടന്നിരുന്ന പ്രഭാഷണങ്ങളോ ലേഖനങ്ങളോ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു ആചാരപീടി മാത്രമാണ്. അത് ആ ആചാരപീടി വെച്ചിട്ട് ഇക്കാല വരെ ആരോട്ട് മരിച്ചിട്ടില്ല, പുറത്തു പറയരുത്. അതായത് മന്ത്രിമാരും രാജാക്കന്മാരും എഴുന്നള്ളിക്കുന്ന നേരത്ത് മേലക്ക് വെക്കുന്ന വെടിക്കാണ് എന്ത് പറയാ, ഒന്ന് പറയും മനുഷ്യന്മാരെ, ആചാരപീടി. ഇന്നത്തെ ബിദ്അത്ത് വിരുദ്ധ പ്രഭാഷണങ്ങൾ ആചാരപീടികൾ മാത്രമാണ്. അതിൽ ഒരു ഈച്ച വരെ ചാവും. അപ്പൊ എന്താവശ്യം? നമ്മളൊക്കെ അതിന്റെ ആളുകളാണ്, നമ്മളൊക്കെ വിധത്തിനെതിരാണോ? തള്ള ചവിട്ടിയ കുട്ടി ചാവില്ലല്ലോ. ഇതാണ്, ഇതൊക്കെ നാടകങ്ങളാ. നാടകം, ഭൂലോക നാടകം, ഇതൊക്കെ നാടകം. ദഅവത്തുമുള്ള നാടകമായ പിന്നെന്താ വില? ഇതിനെന്ത് വിലയുള്ളത്? നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്കുക. അത് നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചാൽ ബിദ്അത്തിലേക്ക് ജനങ്ങൾ ഓടൂല. ബിദ്അത്തോ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനിനെ നശിപ്പിക്കണം. മൻ വഖറ സ്വാഹിബ ബിദ്അ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ബിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ ഇസ്ലാമിനെ തകർക്കാനാണ് അവൻ സഹായിച്ചത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ആരാണെങ്കിലും മതി, ഇനി കാലം ഒന്നുമില്ല. ഒരു ഭാഗത്ത് സക്കാത്ത് വിരോധിച്ചവര്, ഒരു ഭാഗത്ത് മുസൈലിമത്തുൽ കദ്ദാബ്, 2 കൂട്ടരോടും യുദ്ധം ചെയ്തു സിദ്ദീഖ്. എന്നാ സക്കാത്തിന്റെ ആളുകളോടും ഉണ്ടാകുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഐക്യത്തിൽ പോയിട്ട് മറ്റൊന്നെ തകർത്തിട്ട് പേരെ നോക്കാം, അങ്ങനെയാണോ? നമ്മളൊന്നും അല്ലായിരുന്നു അക്കാലത്തെ സ്വഹാബത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മളൊരു മൊറട്ടോറിയം ഇപ്പൊ തൽക്കാലം നമ്മൾ സക്കാത്തിന്റെ ആളുകളോട് പിന്നെ പറയാം. ഇപ്പൊ ഭയങ്കര പ്രതിസന്ധിയാണ്. കാരണം നബി കൊണ്ട് വഫാത്തായ സമയത്ത് നബിമാര് ഇങ്ങോട്ട് വന്നു, കുറെ ആണ് നബിമാര്, പിന്നെ പെണ്ണ് നബിമാര്. ലോക ചരിത്രത്തിൽ ഇല്ലാത്ത പേരാണ് മുളച്ചു പൊങ്ങി. സജാഹി എന്ന പെണ്ണ് വന്നു, എന്നിട്ട് മുസൈലിമ അവളെ കെട്ടും ചെയ്തു. അപ്പൊ കമ്പനി മനസ്സിലായില്ല, ആ കമ്പനി വരൻ നബി, വധു നബിച്ചി. നബിച്ചി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ, മനസ്സിലാവില്ല പറഞ്ഞാൽ. അപ്പൊ വരൻ നബിയും വധു നബിച്ചിയും കൂടി ഭയങ്കര പ്രശ്നമല്ലേ?
പുതുമോടിയായപ്പോൾ സജ്ജാഹ് വധു മഹർ കഴിക്കാൻ മറന്നുപോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നമുക്ക് കിട്ടേണ്ട സംഭവം ഉണ്ടല്ലോ, അതെന്തേ? എന്താ മഹർ കിട്ടിയില്ല? മഹർ തരണം. അപ്പോൾ പറഞ്ഞു, മുഹമ്മദ് തന്റെ അനുയായികൾക്ക് 5 വഖ്ത് നിർബന്ധാക്കിയിട്ട് ഞാൻ നിനക്ക് 2 വഖ്ത് കുറച്ച് തന്നിട്ടുണ്ട്, അതാണ് ഫദാലിക സദാഖുകി, അതാണ് നിന്റെ മഹർ. ചരിത്രത്തിൽ ആദ്യമായി 3 വഖ്ത് പറഞ്ഞത് ചേകനൂരല്ല, മുസൈലിമത്തുൽ കദ്ദാബാണ്. അത് മഹറാക്കി 2 വഖ്തിനെ കുറച്ചു കൊടുത്തു. ആർക്ക്? ഭാര്യക്ക്. സജ്ജാഹിന് ഭാര്യക്ക് 2 വഖ്ത് കുറച്ചു കൊടുത്തു മുസൈലിമ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ നബി കുടുംബം, ഭർത്താവ് നബി, ഭാര്യ നബിച്ച്. അപ്പുറത്ത് കുറച്ച് ആളുകൾ സക്കാത്ത് നിഷേധിച്ചാൽ കൊടുക്കണവരുണ്ടല്ലോ, കൊടുക്കാത്ത കുറെ 3-4 ആളുണ്ടെങ്കിൽ ഇപ്പം മിണ്ടണ്ട, പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. സിദ്ദീഖ് ഇല്ല, ദീൻ അങ്ങനെയൊന്നുമല്ല. ദീനിൽ ആ മുദാഹനത്ത്, ആ സോപ്പിടൽ നടക്കൂല. പറയേണ്ടവരോട് പറയേണ്ട നേരത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ ദീൻ നശിക്കും. ആ ദീന്റെ നാശമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്തിലേക്ക് പോകാൻ ജനങ്ങൾക്ക് ഒരു മടിയുമില്ല. പല കോലത്തിനും ബിദ്അത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ടൊരു കോലമാണ് തബ്ലീഗ് ജമാഅത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കടുത്ത ബിദ്അത്ത് തബ്ലീഗ് ജമാഅത്താണ് സത്യത്തിൽ കേരളത്തിലും പരിസരത്തും ബിദ്അത്തിനെ ഇത്ര ജനകീയമാക്കിയ ഒരു വിഭാഗം അവരെ പോലെ വേറെയില്ല. ഈ ഒരു സംഘടന ഇവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും 1%-2%-ത്തിനപ്പുറം വഹാബികൾക്ക് പ്ലാറ്റ്ഫോം കിട്ടുമായിരുന്നില്ല. അവരെ ജനകീയവൽക്കരിച്ചത് തബ്ലീഗ് ജമാഅത്ത്. അവരെ കുപ്പായം, നീള കുപ്പായം, താടിയൊക്കെ കണ്ട് ജനങ്ങൾ തൊപ്പിയും തലയെ കെട്ടും, ജനങ്ങൾ തൊപ്പിഞ്ചിരായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ പറയേണ്ട നേരത്ത് പറയാൻ പണ്ഡിതന്മാർ തയ്യാറായില്ല. അപ്പോൾ ഇസ്ലാം മരിച്ചു. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, അത് നഷ്ടപ്പെട്ടാൽ ദീൻ നശിച്ചു. എന്തുകൊണ്ട്? അങ്ങോട്ട് കൂടെ ഒന്നും നോക്കണ്ട. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തുൻ വാഹിദ. 1926 ജൂൺ 26 സമസ്ത ഉദ്ഘാടനം ചെയ്തപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങളും വാങ്ങക്കാരനും ഓതിയ ഹദീസാണ്. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, എന്റെ സമുദായം ഇസ്രായേലി ജനത 72 എങ്കിൽ എന്റെ ജനത 73 വരും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിൽ. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം രക്ഷപ്പെടും. അതാണ് എന്ത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ നിലനിർത്തട്ടെ. പക്ഷെ അത് പറയാൻ ഒരു ആത്മാർത്ഥത, ഒരു 25 കൊല്ലം മുമ്പുണ്ടായ ഉലമാഇന് ഉള്ള ആത്മാർത്ഥത ഇന്നത്തെ എന്നെ പോലെയുള്ള പ്രഭാഷകർക്ക് ഇല്ല. എന്താ കാര്യം? ദുനിയാവിന്റെ പിന്നാലെ കൂടിപ്പോയി. പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമോ എന്ന് ഭയപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടം വരുന്നു എന്ന് ഭയപ്പെടുന്നവർ നമ്മളെ ഭയപ്പെടുത്തി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം നിരീശ്വരവാദം. ഒഴുക 2030 എന്ന കൊല്ലമുണ്ടെങ്കിൽ മൊത്തം കേരളത്തിൽ നോക്കിയാൽ ഒരു 30% മുസ്ലിം പെണ്ണുങ്ങളും നിരീശ്വരവാദികളായിരിക്കും. എഴുതി വെച്ചാണ്. റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ പറഞ്ഞേ? 2030 എന്ന വർഷമുണ്ടെങ്കിൽ മൊത്തം കേരളത്തിൽ ഒരു 30% പെണ്ണുങ്ങളെങ്കിലും നിരീശ്വരവാദികളായിരിക്കും. അത് 60% വരെ വരാനും സാധ്യതയുണ്ട്. ഒഴുക നിരീശ്വരവാദികളായ പള്ളി ഇമാമിനെ കുറിച്ച് ഇന്ന് രാവിലെ അള്ളാഹ് പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് കൂടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിരീശ്വരവാദികളായ പള്ളി ഇമാമുകളെ അറിയും. എന്താ ഞാൻ പറഞ്ഞേ? അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്. ഞാൻ ആർക്കും വേണ്ടി പറയല്ല, ഞാൻ റബ്ബ് സാക്ഷിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞേ? ഇന്ന് ഞാൻ 220ാമത്തെ അള്ളാഹ് പ്രഭാഷണം ഇരുന്നിട്ടില്ല, കഴിഞ്ഞു. അതിന്റെ ദ്വാ കഴിഞ്ഞു. ആളുകൾ പിരിയുന്ന നേരത്ത് തൊപ്പിയിട്ട ഒരു ഹാഫ് കൈ കുപ്പായിട്ട് ഒരാൾ ഓടി വന്നു, ഒരു നാടൻ. അയാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ അറിയുന്ന ചില ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, പ്രസംഗം നാശാകാതെ നിങ്ങൾക്കതിൽ ദാനം ചെയ്യാം. പ്രസംഗം നാശാകാതെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് وكل مجاهد لله واهل البدير يا الله صلاة الله سلام الله رسول الله صلاة الله سلام الله على ياسين حبيب الله. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം. പിന്നെ പറഞ്ഞത് അങ്ങനെ എന്നോട് പറഞ്ഞു, ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു,
പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന നിരീശ്വരവാദിയായ ആളെ എനിക്കറിയും എന്ന് പറഞ്ഞു. ഇന്ന് അല്ലയോ ഇന്ന് നമ്മൾ ചിന്തിക്ക് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്താ കാര്യം? നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിന്ന് പ്രകൃതി. നജ്ജാശിയുടെ കൊട്ടാരത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് എന്താണ് നേര് എന്താണ് നേരുകേട് എന്നറിയാത്തൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരാൾ വന്നു, മുഹമ്മദ് മുസ്തഫ. പിന്നെ ആൾ ഞങ്ങൾക്ക് നേരെന്ത് നേരുകേടെന്ത് പഠിപ്പിച്ചു, ഇരുട്ടെന്ത് വെളിച്ചമെന്ത് എന്ന് പഠിപ്പിച്ചു. ആരാണ് പിതാവ്, ആരാണ് മാതാവ്, എന്താണ് ഉത്തരവാദിത്തം, എന്താണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ആ മനുഷ്യനെ ഒഴിവാക്കൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ മനസ്സറിഞ്ഞ നീട്ടി ഒന്നും പറയൂല. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ലാഭങ്ങളും നഷ്ടങ്ങളും നോക്കുന്ന പണി നമ്മൾ അവസാനിപ്പിക്കണം. പണക്കാരന്റെ പണച്ചാക്ക് നോക്കിയിട്ട് വാള് പറയുന്ന പണി നിർത്തണം. ഒരാളെയും പേടിക്കണം, ഒരാളെയും പേടിക്കണം. വന്ധ്യംകരണം ഞാൻ നടത്തട്ടെ എന്ന് അബൂ ഹുറൈറ മുസ്തഫ നബിയോട് ചോദിച്ചു. വന്ധ്യംകരണം നടത്തട്ടെ. എന്തേ? കല്യാണം കഴിച്ചിട്ടില്ല സയ്യിദുനാ അബൂ ഹുറൈറ, ഇൽമിന് ശുഗലായി, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന വിചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ വന്ധ്യംകരണം നടത്തട്ടെയോ എന്ന് ചോദിച്ചു സയ്യിദുനാ അബൂ ഹുറൈറ. ഫഖാല വേണ്ട. പിന്നെ നീ പേടിക്കുന്നല്ലേ, തഖ്ദീർ പോലെ നടക്കും. നീ മിണ്ടണ്ട. മുഅ്മിനീങ്ങൾ എന്തിൽ വിശ്വസിക്കണം? തഖ്ദീർ വിശ്വസിക്കണം. നമ്മൾ തോൽക്കേണ്ടടുത്ത് തോൽക്കും, ജയിക്കേണ്ടടുത്ത് ജയിക്കും, തകരേണ്ടടുത്ത് തകരും. ഒന്നും പേടിക്കണ്ട. അന്ന് നമ്മുടെ വിഷയമില്ല. ഒന്നിനും പേടിക്കണ്ട. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം. നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാർ. കുറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കോരി കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമൽ അല്ലാഹു സർവശക്തനേകൻ. ഇവർക്കിരുട്ടേ പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേരോ. പിടിച്ചുരുത്തി ചളി പോക്കുവാനായി നിറഞ്ഞ കുംഭോജകമോടുകൂടെ തന്റെ ഗാത്രങ്ങളിലാ പഠിച്ചു കുമാരിയാൽ തൻ ചുടുകണ്ണുനീരും. വള്ളത്തോളിന്റെ പാംസുസ്നാനം എന്ന കവിതയാണ്. ഈ കവിതയുടെ അവസാന ഭാഗത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ മണ്ണിൽ അഭിഷിക്തനാക്കുന്നതാണ് വള്ളത്തോൾ പറയുന്നത്. മണ്ണ് കൊണ്ട് റസൂലുള്ളാഹിനെ മൂടി റസൂലുള്ളാഹി സുജൂദിൽ കിടക്കിയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിവിടെ നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് രക്ഷമുണ്ടായിട്ടില്ല. പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോദകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലാ പതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മേൽ വെള്ളം ചൊരിക്കാൻ വേണ്ടി നിറകുംഭമാകുന്ന കൊടവും കൊണ്ട് ഓടി വന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇതാ കവി പറയുന്നത്, ഞാൻ കവിയിൽ നിന്ന് വായിക്കും. തന്റെ ഗാത്രങ്ങളിലാ പതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. എന്തൊരു മുഅ്മിനായ മനുഷ്യനൊന്നും പ്രശ്നമില്ല. വേറൊരാളെയും നമ്മൾ നോക്കേണ്ടതില്ല. ഒന്നും നോക്കേണ്ട. നമ്മൾ പണിയെടുക്കണം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇസ്ലാം എന്നാൽ അൽ ഖുലുഖുൽ ഹസൻ, സൽസ്വഭാവം. നമ്മൾ സൽസ്വഭാവത്തോടുകൂടെ ജീവിച്ചാൽ തന്നെ എല്ലാവരും നമ്മളിലേക്ക് ഒഴുകി വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾക്ക് തീരെയില്ലാത്തത് സൽസ്വഭാവമാണ്. ഒരുമല്ല, സ്നേഹമില്ല, സൽസ്വഭാവം ഇല്ല. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഇമാം മഹ്ദി വന്നാൽ അലാ ഖുലുഖിൻ നബിയിൽ മുസ്തഫ. അതായത് ഒരു നബിയുടെ ഫോട്ടോ സ്റ്റാറ്റ് ഖുലുഖിൽ നബിയെപ്പോലെ ആകാൻ ഒരാൾക്ക് കഴിയില്ല. ഷബീഹും ബിഖൽഖിഹി വബിഖുലുഖിഹി. റസൂലുള്ളാഹിന്റെ ശരീരഘടനയാണ്, റസൂലുള്ളാഹിന്റെ സ്വഭാവഘടനയാണ് ആര്? മദീന. എന്നാലോ യഥാർത്ഥ ശരീരഘടനയുമല്ല, യഥാർത്ഥ സ്വഭാവഘടനയുമല്ല. അങ്ങനെ ഒരാൾക്ക് കഴിയില്ല. എന്നാൽ പരമാവധി എല്ലാവരും വരും.
ഒരാളും ആ മനുഷ്യനെ നിരാകരിക്കുകയില്ല. ഭൂമിയിൽ നീതി നടക്കും. മഹ്ദി ഇമാം വരുമ്പോൾ ഭൂമിയിൽ അക്രമം നിറപ്പെട്ട കലയിരിക്കും. അപ്പോൾ അടുത്ത കൊല്ലം മഹ്ദി ഇമാം വരികയാണെങ്കിൽ ഇക്കൊല്ലം ഭൂമിയിൽ നടക്കുക പറ അക്രമം. നീതി എവിടെ ഉണ്ടാവില്ല, ഇല്ലതാനും. നീതി എവിടെയുള്ളത്? നീതി എവിടെയുള്ളത്? എനിക്കറിയില്ല. നീതി കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയില്ല. എന്റെ ആയുസിലറിയില്ല. സമയമായിട്ടുണ്ട്. ഇമാം മഹ്ദി വരാനുള്ള സമയമായി. പക്ഷേ വിഷണ്ണരായി ഇരിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക, ഞാൻ എന്റെ പണിയെടുക്കുക. നമ്മൾ നമ്മുടെ പണിയെടുക്കുക. ഭൂമിയിൽ നീതി നടക്കും. ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ നമ്മുടെ പരിധിയിൽ നീതി നടക്കണം. നമ്മുടെ മക്കൾക്കിടയിൽ നീതി ചെയ്യുക. നമ്മളൊരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ ആ കുട്ടികൾക്കിടയിൽ നീതി ചെയ്യുക. അതിൽ മുതലാളി തൊഴിലാളിയുടെ മക്കൾ എന്ന വ്യത്യാസമില്ലാതെ ചെയ്യുക. ഒരു മദ്രസയിൽ 100 രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അതിൽ മുതലാളി തൊഴിലാളിക്ക് 2 നിയമമാകരുത്. എല്ലാവർക്കും ഒരു നിയമം വെക്കുക. അപ്പൊ മഹ്ദി ഇമാം വരാനാവുമ്പോൾ നമ്മളിതിനെ പണിയെടുക്കുക. എന്നാ പരമാവധി നമ്മൾ ശാപത്തിന് ഒഴിവാകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇന്ന് സമൂഹത്തിൽ പണക്കാരൻ ചെയ്താൽ ഒരു നിയമവും പാവപ്പെട്ടവൻ ചെയ്താൽ വേറെ നിയമമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒഴിവാക്കുക. മഹ്ദി ഇമാമിന് എന്താ ചെയ്യാനുള്ളത്? നിനക്ക് ചെയ്തുകൂടെ? നിനക്ക് നിന്റെ വീട്ടിൽ നീതി നടപ്പിലാക്കൂടെ? പറ. നാട്ടിലാകെ നീതി നടപ്പിലാക്കാൻ കഴിയില്ല. വീട്ടിൽ നീതി നടപ്പിലാക്കിക്കൂടെ? പറയും മനുഷ്യന്മാരെ. അത് പറ. വീട്ടിൽ നീതി നടപ്പിലാക്കിക്കൂടെ? ഒന്ന് പറയും മനുഷ്യന്മാരെ. അതെ, മഹ്ദി ഇമാം വന്നാൽ എവിടെ നീതി നടപ്പിലാക്കും? ഭൂമിയിലാകെ. നമുക്കിന് കഴിയില്ല. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. അപ്പോൾ എനിക്ക് മഹ്ദി ഇമാമിനെ പോലെയാകാൻ ഞാൻ ചെയ്യേണ്ട എന്താ? ഈ സ്ഥാപനത്തിൽ ഞാൻ ഒന്ന് പറ നീതി നടപ്പിലാക്കി. ഭൂമിയാകെ അതിനുള്ള ഒരു കഴിവെനിക്കില്ല. എന്റെ പരിധിയിൽ ഞാൻ നീതി നടപ്പിലാക്കി. മഹ്ദി ഇമാം എന്തിനാ വരുന്നത്? പറ. എന്തിനാ വരുന്നത്? നീതി നടപ്പിലാക്കാൻ. ഇസ്ലാം എന്തിനാ വന്നത്? അതാദ്യം പറയും. എന്തിനാ ഇസ്ലാം വന്നത്? നിസ്കരിക്കാൻ. ഇസ്ലാം എന്തിനാ വന്നത്? എന്തിനാ ഇസ്ലാം വന്നത്? നിങ്ങളെ കുറച്ച് ആളുകൾ ജുമാക്കുവാണ്. നിങ്ങളെ കുറച്ച് ആളുകൾ ഇരുന്ന് ഖുർആൻ ഖത്തം തീർക്കണം. ഖുർആൻ ഖത്തം തീർക്കുന്നത് ഹബീബ് റസൂലുള്ളാഹിയുടെ 26 നുബുവത്തിന്റെ 23ാമത്തെ കൊല്ല. അങ്ങനെയെങ്കിൽ 50ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിയുടെ 50ാമത്തെ വയസ്സിൽ ഖദീജ ബീവി മരിച്ചു. ഖദീജ ബീവിക്ക് കാൽഭാഗം ഇസ്ലാമെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആദ്യം നിങ്ങൾ സ്ഥലത്തുണ്ടോ എന്ന് തീരുമാനിക്കും. ആദ്യം നിങ്ങൾ സ്ഥലത്തുണ്ടോ? ഖദീജ ബീവി ഹാഫ് മുസ്ലിമോ ഫുള്ള് മുസ്ലിമോ? ഫുള്ള് മുസ്ലിം. ഖത്തം തീർത്തിട്ടുണ്ടോ? ഇല്ല. ഖത്തം അള്ളാഹു തീർത്തിട്ടില്ല. ഖദീജ ബീവി തീർത്തിട്ടില്ല. ഒരൊറ്റ റമളാനിൽ നോമ്പ് വെച്ചിട്ടില്ല. പുറത്തു പറയരുത്. ഒരൊറ്റ റമളാനിൽ റിയാൻ എന്നൊരു വാതിലുണ്ട്. നമ്മളിപ്പോ വയലു പറയാണല്ലോ, റിയാൻ എന്നൊരു വാതിലുണ്ട്. അപ്പൊ ഖദീജ ബീവി റിയാന്റെ മുന്നിൽ ഇങ്ങനെ അന്തം വിട്ടു. ഞാനൊരു നോമ്പ് വെച്ചിട്ട് ഖദീജ ബീവി മരിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുന്നത്? ഖദീജ ബീവിക്ക് ഹാഫ് മുസ്ലിമാണോ? പറയും മനുഷ്യന്മാരെ. നിങ്ങൾ എന്താ ആലോചിക്കാത്ത? ഇസ്ലാം എന്നാൽ നോമ്പുമല്ല, നിസ്കാരമല്ല, അതൊക്കെ പെടുമെന്നേ ഉള്ളൂ. ഇസ്ലാം എന്നാൽ ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. ഇസ്ലാം എന്നാൽ നീതിയാണ്. മൽ ഇസ്ലാം അൽ ഇസ്ലാമു അൽ അദ്ൽ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആള് ആലിമുൽ അല്ലാമയായ മുഫ്തി എന്നല്ല, പിന്നെന്താ? ഇമാമുൻ ആദിലുൻ, നീതി നടപ്പിലാക്കുന്ന ഭരണാധികാരി. മൂല്യര കൂട്ടത്തിൽ എണ്ണീറ്റല്ല. മൂല്യരക്കാണ് കുഴപ്പമുണ്ടായിട്ടല്ല. മൂല്യരെ കുറ്റം പറഞ്ഞു പോയി എന്ന് പറയണ്ട. മൂല്യര അവന് തെറ്റില്ല. മൂല്യർ എന്ത് നടപ്പിലാക്കണം? അത്രേ ഉള്ളൂ. ഇമാമുൻ ആദിലുൻ വശാബുൻ നശാഫി ഇബാദത്തില്ല. അപ്പോൾ അതില എന്റെ ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. لقد أرسلنا رسلنا ഞാൻ മുർസലീങ്ങളെ പറഞ്ഞയച്ചു ബിൽബയ്യനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോട് കൂടി. وأنزلنا معه ഞാൻ മുർസലീങ്ങളോട് കൂടെ അയച്ചു, ഇറക്കി. അൽ കിതാബ, കിതാബും ഇറക്കി. വൽ മീസാൻ,
മിസാൻ ഇറക്കി. മിസാൻ പറഞ്ഞാൽ മിസാൻ അല്ല അവിടെ ഉദ്ദേശം. അത് പഴയ ഇരുമ്പ് വാങ്ങണവരാണ് മീസാൻ കൊണ്ട് ഇറക്കുക. പുറത്തു പറയണ്ട, മനസ്സിലായില്ല. പഴയ അലുമിനിയം, ചെമ്പ്, ഇരുമ്പ്, ഇവരെ ഇത് കച്ചവടം ചെയ്യുന്ന ആക്രി കച്ചവടക്കാരൻ്റെ കയ്യിൽ എന്തുണ്ടാവും? പറയും മനുഷ്യന്മാരെ, തുലാസ് ഉണ്ടാവും. കാരണം ഇത് ഏതെങ്കിലും പറയുന്ന പഴയ അലുമിനിയോ ചെമ്പോ ഇരുമ്പോ കിട്ടിയാൽ അയാൾക്ക് എന്ത് തൂക്കി പൈസ കൊടുക്കണം? അമ്പിയാക്കളെ അള്ളാഹു തആല പറഞ്ഞു, അമ്പിയാക്കള് പഴയതെടുക്കാൻ വന്നവരല്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടാ ആയത്തൊന്നും കൂടി ഓടുക, പിടിച്ചിരുന്നോളി. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. ഞാൻ അമ്പിയാക്കൾക്ക് കിതാബും ഇറക്കി കൊടുത്തിട്ടുണ്ട്, മീസാനും ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിനർത്ഥം? കിതാബൻ യഹ്തവൽ അദ്ൽ. ആ കിതാബിൽ ഉള്ളടങ്ങിയത് എന്താ? പറ. നീതി. എല്ലായിടത്തും അള്ളാഹുവിന്റെ പേര് ഇസ്മു ഫൈലാണ്. എന്നാൽ നീതി നടക്കുമ്പോൾ അള്ളാഹുവിന് മസ്ദർ ക്രിയാദാതുവ. എല്ലായിടത്തും അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, നാസിറാണ്, റഊഫാണ്. ഇവിടെ എത്തിയാൽ അദില, ആദിലല്ല, ആദിൽ ഫഇന്നഹുൽ ആദിൽ. അല്ലാഹു നീതിയാ. എന്തേ ഈ ലോകത്തെ ഏറ്റവും വിലയുള്ളതാണ് എന്ത്? നീതി. മനുഷ്യന്മാർക്ക് കിട്ടേണ്ടത് കഞ്ഞും ചോറുമല്ല. എന്താ കിട്ടേണ്ടത്? നീതിയാണ്. മനുഷ്യന്മാർക്ക് കിട്ടാത്തതും നീതിയാണ്. ഈ മഹദി ഇമാം വരുന്നത് നീതിയാണ്. മഹദി ഇമാം അടുത്തെല്ലാം വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. ഞാൻ പറഞ്ഞ ബിരുൽ തന്നെയാണ്, ബിരുല എന്നല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ബിരുല എന്ന് പറയാൻ വന്ന ആളാണ്? അല്ല. ഞാനും മഹദി ഇമാമും തമ്മിൽ കത്തിടപാടില്ല, അങ്ങനൊന്നുമില്ല. മഹദി ഇമാമ ഞാൻ പറഞ്ഞോണ്ട് വരൂല്ല, ഞാൻ പറഞ്ഞോണ്ട് വരാതിരിക്കൂല. മഹദി ഇമാമ വരുന്നോണ്ട് എനിക്ക് ലാഭമില്ല, നഷ്ടമില്ല. വന്നു ഒന്നില്ല. എനിക്ക് വിഷയമില്ല. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു മഹദി ഇമാം വരത്തേൻ. ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കില്ല. മഹദി ഇമാം വരുന്നു മഹദി പണിക്കാർ, ഞാൻ വരുന്നത് ഇന്റെ പണിക്കാർ. മഹദി ഇമാമിന്റെ പണി ഭംഗിയായി എടുത്തതുകൊണ്ട് എനിക്ക് അള്ളാന്റെ കൂലി കിട്ടും. ഒന്ന് പറയും മനുഷ്യന്മാരെ. മഹദി ഇമാമിന്റെ പണി എടുത്തോണ്ട് എനിക്കെന്താ കാര്യം? ഞാൻ എന്റെ പണി എടുക്കണ്ടേ? മഹദി ഇമാം ഉണ്ടായാലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക്. പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങളെ പേടിക്കണ്ട. ഏത് കാലത്താണ് ജനങ്ങളെ നമ്മൾ പ്രയാസമില്ലാത്തവരായി മാറിയത്? എന്ന് പ്രയാസം നിങ്ങൾക്കറിയോ? 1258 10 ദിവസം കൊണ്ട് 10 ലക്ഷം മുസ്ലിമീങ്ങളെയാണ് ബഗ്ദാദിൽ കൊന്നത്. 10 ലക്ഷം മുസ്ലിമീങ്ങൾ. എത്ര? 10 ലക്ഷം. 1258 ഹൊലാഗ് നേരെ വന്നിട്ട് മംഗോളിയ വന്നിട്ട് നേരെ ഹംഗറിയിലേക്ക് പോയി. എന്നിട്ട് റോമൻ പട്ടാളത്തെയും കൂട്ടി ബഗ്ദാദിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് റോമൻ പട്ടാളവും ഹൊലാഗിന്റെ പട്ടാളവും, ഹൊലാഗിനെ അറിയില്ലേ? ഹൊലാഗ് ചെങ്കിസ്ഖാന്റെ പേരക്കുട്ടിയാ. അതായത് ഒരു പുതിയ നാശത്തിന്റെ കാറ്റ് മംഗോളിയയിൽ നിന്ന്. ലോക ചരിത്രത്തിൽ അതിന് മുമ്പും പിമ്പും മംഗോളിയ ഒന്നും ഉണ്ടായിട്ടില്ല. മംഗോളിയ ഒരു പ്രത്യേക നാടാ. ചൈനയുടെ പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് എന്ത് പറയാം, ചൈനയുടെ പടിഞ്ഞാറ്, റഷ്യയുടെ തെക്ക്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു നാടാണ്. ഏത്? മംഗോളിയയിൽ നിന്ന് വന്നു ആര്? ചെങ്കിസ്ഖാൻ വന്നു. ചെങ്കിസ്ഖാൻ. പിന്നെ ചെങ്കിസ്ഖാന് ശേഷം ചെങ്കിസ്ഖാന്റെ പേരക്കുട്ടി വന്നു. AD 13-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ AD 1258. അന്നൊരു സുൽത്താൻ സലാഹുദ്ദീൻ ഉണ്ടായില്ല. AD 1192 സുൽത്താൻ സലാഹുദ്ദീൻ മരിച്ചു. എന്താ പറഞ്ഞേ? AD 1192 സുൽത്താൻ സലാഹുദ്ദീൻ മരിച്ചു. AD 1258 ഹൊലാഗ് ഖാൻ വന്നു. മംഗോളിയയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയി. എന്നിട്ട് റോമൻ പട്ടാളത്തെയും കൂട്ടി ബഗ്ദാദിലേക്ക് പോയി. അന്ന് ഇസ്ലാമിന്റെ ഈറ്റില്ലവും പൂറ്റില്ലവും ബഗ്ദാദിൽ ജനുവരി 31 മുതൽ ഫെബ്രുവരി 10 ഇടയിൽ 10 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നു. എന്താ പറഞ്ഞത്? AD 1258 ജനുവരി 31 ഫെബ്രുവരി 10 ഇടയിൽ 10 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നു. ആര്? റോമൻ പട്ടാളവും ഹൊലാഗും കൂടി. എന്നിട്ടോ ഹം അബീബി ജിന്ദാ രഹാ ഹൈ. क्या हो गया? फिर क्या हो गया? वही मर गया तो मर गया, उसको शहीद का सवाब मिल गया. നിങ്ങളിന്റെ കൂടെ ഇല്ലേ? എത്ര ആളെ കൊന്നു? 10 लाख.
1258 ജനുവരി 31-ന്റെയും ഫെബ്രുവരി 9-ന്റെ 10-ന്റെയും ഇടയിൽ 10 ലക്ഷം മുസ്ലിമീങ്ങളെ ബഗ്ദാദ് പട്ടണത്തിൽ മാത്രം ഫാൾ ഓഫ് ബഗ്ദാദ് എന്ന പേരിൽ ചരിത്രത്തിൽ ഈ സംഭവം അറിയപ്പെടുന്നു. ബഗ്ദാദിന്റെ വീഴ്ച, ചരിത്രത്തിൽ ഇതിന്റെ പേര് ഫാൾ ഓഫ് ബഗ്ദാദ് എന്നാണ്. ബഗ്ദാദിന്റെ വീഴ്ച. ഞാൻ അവസാനിപ്പിക്കാം. മനസ്സിലായോ? हक है नमरूद है औलाद इब्राहिम है फिर किसी का इम्तिहान मकसूद है. हम अभी भी जिंदा रहा. ബഗ്ദാദിൽ 10 ലക്ഷം മുസ്ലിമീങ്ങൾ കൊന്നു. എത്ര ദിവസം കൊണ്ട്? 10 ദിവസം കൊണ്ട്. അവസാനം ഖലീഫയെ കൊന്നു. ഖലീഫയെ കൊല്ലാൻ ഒരാൾക്ക് കൽപ്പന കൊടുത്തു. അപ്പോൾ ഒരു മംഗോളിയക്കാരനായ ഒരു മഹർഷി, ഒരു സന്യാസി ഇറങ്ങി പറഞ്ഞു, മുസ്ലാമിന്റെ ഖലീഫയെ കൊല്ലരുത്. ഇസ്ലാമിന്റെ ഖലീഫയുടെ രക്തം ഭൂമിയിൽ വീണാൽ ആ ഭൂമിയിൽ നാശമുണ്ടാവും. അപ്പോൾ ഹൊലാഗ് വേഗം ഒരു പട്ടുവസ്ത്രം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അങ്ങനെ ഹൊലാഗ് രാജാവിന്റെ മുന്നിലേക്ക് പട്ടുവസ്ത്രം കൊണ്ടുവന്നു. അപ്പോൾ പട്ട് താഴെ വിരിച്ചിട്ട് ഖലീഫയെ അറക്കാൻ വേണ്ടി പറഞ്ഞു. മനസ്സിലായില്ല? പട്ടിൽ ചോര വീണാൽ താഴേക്ക് കിനിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? എന്നാലും എന്ത് ചെയ്തു? കൊന്നു. ചിന്തിക്ക്. വളരെ ചിന്തിച്ച് എന്നിട്ട് മുസ്ലിമീങ്ങൾ യൂറോപ്പ് ഭരിച്ചു. പിന്നീട് AD 16-ാം നൂറ്റാണ്ടിൽ ഹംഗറിയിൽ നിന്നാണ് മരിക്കുന്നത്. ആര്? മഹാനായ സുലൈമാനുൽ ഖാനൂനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് 13-ാം നൂറ്റാണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഹംഗറിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഭരണപ്രദേശമായിരുന്നു. അതെല്ലാം യൂറോപ്പിന്റെ 3/4 ഭാഗവും പിന്നെ മുസ്ലിമീങ്ങൾ ഭരിച്ചു. ഇതിന്റെ കൂടെ ഇല്ല. ഇത്ര പിടിക്കും. नमरूद है औलाद इब्राहिम है फिर किसी का इम्तिहान मकसूद है. 1258 അവസാനത്തെ ഖലീഫയെയും കൊന്നു. 10 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നു. ഫാൾ ഓഫ് ബഗ്ദാദ്. അതിനുശേഷം മുസ്ലിമീങ്ങൾ ലോകം ഭരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം സുലൈമാനുൽ ഖാനൂനിയുടേതാണ്. അതിനേക്കാൾ വലിയൊരു സാമ്രാജ്യം എൻ്റെ അറിവിലില്ല. ഒരു സുലൈമാൻ നബിയുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകം ഭരിച്ച ചക്രവർത്തി സുലൈമാനുൽ ഖാനൂനിയാണ്. അദ്ദേഹം മരിക്കുന്നത് ഹംഗറിയിൽ വെച്ചാണ്. അപ്പോൾ യൂറോപ്പിന്റെ 3/4 ഭാഗവും മുസ്ലിമീങ്ങളെ കയ്യില. ഏഷ്യ മൊത്തം മുസ്ലിമീങ്ങളെ കയ്യില. പിന്നെ ആഫ്രിക്ക മൊത്തം മുസ്ലിമീങ്ങളെ കയ്യില. നിങ്ങളിന്റെ കൂടെ ഇല്ലേ? ഏഷ്യയുടെ വലിയൊരു ശതമാനം, ആഫ്രിക്ക മൊത്തത്തിൽ, യൂറോപ്പിന്റെ 3/4 ഭാഗത്ത്. എന്തിനു ശേഷം? ഫാൾ ഓഫ് ബഗ്ദാദിന് ശേഷം. नमरूद है औलाद इब्राहिम है फिर किसी का इम्तिहान मकसूद है. ഒസൈൽ ആള് മരിക്കുന്നതല്ല ഭയപ്പെടേണ്ടത്. ഒസൈൽ ഇസ്രായേലിയർ കയറിക്കൂടിയാൽ ഇസ്രായേലിന്റെ ഇസ്ലാമിന്റെ സംസ്കാരം അവർ നശിപ്പിക്കും. ഒരു യുദ്ധത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് ഒരു കൾച്ചറിനെയാണ്. ഒരു കൾച്ചർ മാറ്റപ്പെടും. ഒരു പാൻഡമിക് വന്നാൽ കൾച്ചർ മാറ്റപ്പെടും. നിങ്ങളിന്റെ കൂടെ ഇല്ല. നിങ്ങളിന്റെ കൂടെ 10 മിനിറ്റ് 5 മിനിറ്റ് എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. 10:30 നിങ്ങൾ പ്രസംഗം നിർത്തണമെന്നാണ് എന്നെ കൊണ്ടെന്ന ആളുകൾ പറഞ്ഞു. 10:29 നിങ്ങളിന്റെ കൂടെ ഇല്ലേ? 2 മിനിറ്റ് നിങ്ങളിന്റെ കൂടെ ഇല്ലേ? നിങ്ങളിന്റെ കൂടെ ഇല്ലേ? പറഞ്ഞേക്ക് മനസ്സിലായില്ലേ? എന്താ പറഞ്ഞ 10 മണിക്ക് 9 മണിക്ക് 1 മിനിറ്റ് ബാക്കിയാവുമ്പോൾ പ്രസംഗം തുടങ്ങി. 1.5 മണിക്കൂർ ശ്രമിച്ചു. എന്താ പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞു? എന്തോന്ന് പറഞ്ഞല്ലോ? എന്താ പറഞ്ഞു? കോവിഡ് വന്നപ്പോൾ മാറി പ്രശ്നം ഉണ്ടായത് എന്താ? കോവിഡ് ഉണ്ടായതല്ല, പകരം ഒരു പാൻഡമിക് വന്നാൽ എന്തുണ്ടാവും? ഒരു കൾച്ചറിന് വ്യത്യാസം വരും. നമുക്കിപ്പോൾ കോവിഡിന് മുമ്പും പിമ്പും, കോവിഡിന് മുമ്പ് ഉള്ള ജമാഅത്തും ജുമായും ഇപ്പോൾ ഇല്ല. സത്യല്ലേ? കോവിഡിനുണ്ടായതിന് മുമ്പ് കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഇഖ്ലാസ് ഇപ്പോൾ ഇല്ല. സത്യല്ലേ? ഒരു പാൻഡമിക് വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സ്പാനിഷ് ഫ്ലൂ വന്നു. AD 1914 മുതൽ 18 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ AD 1919 1919 സ്പാനിഷ് ഫ്ലൂ വന്നു. സ്പാനിഷ് ഫ്ലൂ 1930 വരെ വന്നു. അതുകൊണ്ട് ലോകം മുഴുവൻ മാറി. മനസ്സിലായോ? ചിന്തിക്കണം. ഒരു യുദ്ധം കഴിയുമ്പോൾ എന്തിനു ഭയപ്പെടണം? ഒരു യുദ്ധം വരുമ്പോൾ കൾച്ചർ മാറും. ഇസ്രായേലികൾ ഗസയിൽ കയറിയാൽ ഉണ്ടാവുക ഇസ്ലാമിക കൾച്ചർ ഇല്ലാതെയോ? അതാ പ്രശ്നം. ആളുകൾക്ക് ഷെയ്ദിനെ കൂടിയിട്ടു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ പിന്നെ ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ ഒന്നായിട്ട് മനുഷ്യർ കൾച്ചർ വലിച്ചെറിഞ്ഞോടുക. ഞാൻ
ആലോചിച്ചു പോവുക. ഒരു 15 കൊല്ലം മുമ്പ് എങ്ങാനും ഇപ്പോൾ കേരളത്തിൽ ഒരു സിനിമ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഒരു സിനിമയാണ് ചർച്ച കേരളത്തിലാകെ. എന്താ സിനിമ ഹോമോസെക്ഷാലിറ്റിയെ പറ്റിയുള്ള സിനിമ. ആണിനാണ് മതി, പെണ്ണിന് പെണ്ണ് മതി. ഇതാണ് ആ സിനിമയുടെ ചർച്ച. എന്നിട്ട് ആ സിനിമയെക്കുറിച്ച് നമ്മുടെ മുസ്ലിം യുവതി യുവാക്കൾ വരെ അടക്കുന്ന പ്രശംസനീയമായ കമന്റുകളാണ് നമ്മൾ പുറപ്പെടുത്തുക. ഞാൻ അവസാനിപ്പിക്കാം, ഒറ്റ വാക്ക്, മനസ്സിലായില്ലേ? ഇപ്പൊ കേരളത്തിൽ ഒരു ചർച്ച, എന്താ കേരളത്തിലെ ചർച്ച? ഒരു സിനിമയാണ്. എന്താ? ഞാൻ അവസാനിപ്പിക്കാം. സൊസൈറ്റിക്ക് വലിയ ചേഞ്ച് വന്നു, ഭയങ്കര ചേഞ്ച് വന്നു. ഒരു 25 കൊല്ലം മുമ്പായിരുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ ഏഷ്യയിലെ ഒരു രാജ്യത്ത് പ്രദർശിപ്പിക്കപ്പെടില്ല. ഏഷ്യയിലെ ഒരു രാജ്യത്ത് പ്രദർശിപ്പിക്കപ്പെടില്ല. ഒരു മുസ്ലിം നാമധാരിയായ ആക്ടർ ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിലെ ചർച്ച. എന്താ ഈ ചർച്ച? ഹോമോസെക്ഷലുകളെ പറ്റിയാണ്. ആണിനാണ് മതിയാവും, പെണ്ണിന് പെണ്ണ് മതിയാവും. ലോകം മുഴുവനും മാറി. ബൈബിളിൽ എടുത്ത പഴയ നിയമം കാണാം. പഴയ നിയമത്തിൽ സദൂമികളെ പറ്റി പറയുന്നുണ്ട്. സദൂമികൾ എന്നതൊരു വിഭാഗമാണ്. എന്താണത്? ആണുങ്ങളെ കൊണ്ട് മതിയാക്കുക, പെണ്ണുങ്ങളെ കൊണ്ട് അവരുടെ വൈകാരിക താല്പര്യം തീർക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സദൂമികൾ. ബൈബിൾ പഴയ നിയമത്തിലുണ്ട്. ഞാൻ ഖുർആൻ മാത്രമല്ല, ബൈബിൾ പഴയ നിയമത്തിലുണ്ട്. എടുത്തു നോക്ക്. ബൈബിൾ പഴയ നിയമത്തിൽ സദൂമികൾക്കുള്ള പ്രവാചകനാണ് ലോത്ത്. ഖുർആനിക ഭാഷയിൽ ലൂത്ത്, ബൈബിളിൽ ലോത്ത്, ഖുർആനിൽ മൂസ, ബൈബിളിൽ മോസസ്, എല്ലാം ഒരാളാണ്. ഖുർആനിൽ ഇബ്രാഹിം, ബൈബിളിൽ ഇബ്രാഹിം, ഒക്കൊന്നാണ്. മനസ്സിലായില്ലേ? പിൽക്കാലത്ത് സദൂമികളെ കുറിച്ച് ലോകത്ത് വലിയ ഭയം വന്നു. പോംബി എന്നൊരു പ്രദേശം യൂറോപ്പിൽ നശിപ്പിക്കപ്പെട്ടു, ഏതൻസിന്റെ ഒരു ഭാഗത്ത്. ചരിത്രത്തിൽ പോംബികൾക്ക് വലിയ ആപത്ത് സംഭവിച്ചു. BC-യിലാണ്. BC 1000-ന്റെയും 500-ന്റെയും ഇടയിലായിരിക്കും എന്ന് അനുമാനിക്കപ്പെടുന്നു. ലോകത്തെ കളികളുടെയും വിനോദങ്ങളുടെയും ഒക്കെ ഒരു സംസ്കാര ഭൂമിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഏതൻസ്. അതോടുകൂടെ തന്നെ ഈ ഹോമോസെക്ഷാലിറ്റി അവർക്കിടയിൽ വലിയ താല്പര്യം വർദ്ധിച്ചപ്പോൾ പടച്ചോന്റെ ഇടപെടലുണ്ടായി, പോംബി നശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ പോംബിയിൽ കാണാം. ബൈബിൾ ഈ വിഷയം വളരെ നിശ്ചിതമായി വിമർശിച്ചു, ഖുർആൻ വിമർശിച്ചു. ഇപ്പോൾ നമ്മൾ തന്നെ ഇതൊക്കെ സത്യത്തിൽ എന്താ പറയാ, പേർഷ്യൻ മതങ്ങളാണ്. അതൊക്കെ പിന്നീട് ഇൻഡസ് വാലിയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഹിന്ദുമതമായി, അങ്ങോട്ട് പോയപ്പോൾ ക്രിസ്തു മതമായി. അത്രയേ ഉള്ളൂ. ഈ വ്യത്യാസങ്ങളാണ് എല്ലാം അടിസ്ഥാനപരമായിട്ട് അറേബ്യയുടെയും പരിസരത്തും പേർഷ്യയിലും പരിസരത്തും ഉണ്ടായ മതങ്ങളാണ്. ഇതാണ് മതങ്ങളൊക്കെ. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം സത്യത്തിൽ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് വേദങ്ങളെ മുഴുവൻ സംയോജിപ്പിച്ചത് വ്യാസൻ എന്ന വ്യക്തി തന്നെ പലതുണ്ടാകാം എന്ന അനുമാനവും ഈ അടുത്ത് ചില ഹൈന്ദവ പണ്ഡിതന്മാരിൽ ഞാൻ കണ്ടു. വ്യാസൻ എന്നാൽ സംയോജകൻ എന്നാണ് അർത്ഥം. വ്യാസൻ ഏതായാലും ഇന്ത്യക്കാരനല്ല, അദ്ദേഹം ഇറാനിയാണ്. ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം ഇതെല്ലാം അടിസ്ഥാനപരമായി വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതി ഉണ്ടാക്കിയ വേദങ്ങളാണ്. ബൈബിളും അങ്ങനെയാ, ഹിബ്രു അങ്ങനെയാ, സുറിയാനി അങ്ങനെയാ. വേദങ്ങളൊക്കെ അടിസ്ഥാനപരമായി എല്ലാ വേദവും, യജുർവേദവും സമവേദവും അഥർവവേദവും എല്ലാ വേദങ്ങളും വടക്ക് നിടത്തോട്ടായി എഴുതിയത്. കാരണം ഇതെല്ലാം അടിസ്ഥാനപരമായി അതൊക്കെ ഇറാനുമായി ബന്ധപ്പെട്ടതാണ്. ഇറാനിൽ വളർന്നവരാണ് ആര്യന്മാർ. ഇറാൻ എന്ന വാക്കാണ് ആര്യൻ എന്ന വാക്കിന്റെ അടിസ്ഥാനം. പിന്നെ അത് ഇൻഡസ് വാലിയിലേക്ക് ഇങ്ങോട്ട് വന്നു. ഞാൻ നീട്ടുകയല്ല, അവസാനിപ്പിക്കാം. ചുരുക്കത്തിൽ ഈ മതങ്ങളെല്ലാം വളരെ നിശ്ചലമായി വിമർശിച്ച ഒരു കാര്യമാണ് എന്ത്? ഹോമോസെക്ഷലിസം. ആണിനെ കൊണ്ട് വൈകാരിക താല്പര്യം, പെണ്ണിനെ കൊണ്ട് വൈകാരിക താല്പര്യം, അത് ലോകത്തെ ഏറ്റവും വലിയ തിന്മയാണ്. പുണ്യ റസൂൽ പറഞ്ഞു, അവസാന കാലം വന്നാൽ പെണ്ണിന് പെണ്ണ് മതിയാവും, ആണിന് ആണ് മതിയാവും. ഇപ്പോൾ എൻ്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ ഈ സിനിമ വിമർശിക്കല്ല, അത് ഞാൻ വിമർശിച്ചാൽ തീരുന്ന വിഷയമല്ല. ഞാൻ അതിൻ്റെ പിന്നിൽ വന്ന കമൻറ്റുകൾ, സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ വന്ന കമൻറ്റുകൾ, മുസ്ലിം സഹോദരിമാർ യൂത്ത് എഴുതിവിട്ട കമൻറ്റുകൾ, ഇതൊക്കെ എന്നോ നടപ്പിലാക്കേണ്ടത് കാര്യമാണ് എന്ന വിധത്തിൽ സത്യത്തിൽ നമുക്ക് ഖുർആൻ വായിക്കാനുള്ള ഒരു ഗ്രന്ഥം മാത്രമായി. സമയം നേരം വൈകിപ്പോയി, ഗസ്റ്റ് ഇവിടെ ഉണ്ട്, എനിക്കാട്ടെ നേരമില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മതി വന്നാലും നീ മതിയല്ല, ഞാനും മതിയല്ല, നീയും മതിയും, നീയും ഞാനും മതിയല്ലാത്തതുകൊണ്ട് നമുക്കത് ഞെട്ടിച്ചാടണ്ടേ. മതി വന്നാലും നമ്മളാണ്, മതി വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ യുവാക്കളെ നിത്യവിശുദ്ധമാം നിങ്ങൾ തന്നെ നിശ്ചിത പാതയിലൂടെ പോക, മുന്നോട്ട് മാനവ ജീവിതം അന്യൂന സുന്ദരമാക്കുവാൻ. അതാണ് അവസാനം. നിങ്ങൾ യുവാക്കളെ നിത്യവിശുദ്ധമാം നിങ്ങൾ തന്നെ നിശ്ചിത പാതയിലൂടെ പോക, മുന്നോട്ട് മാനവ ജീവിതം അന്യൂന സുന്ദരമാക്കുവാൻ.
ഇല്ല, തിരിച്ചിന് കിട്ടില്ലൊരിക്കലും. മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം, മുത്തും കരുത്തുറ്റോ ഏതു വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പൊന്നൊരു യൗവനം. നിങ്ങളറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പു നിഗൂഢമായി, കാലപ്രവാഹത്തിനൊപ്പമൊഴുകിയിടും ഓലത്തുരുമ്പുകളാകായി ഒരിക്കലും. പുൽക്കുടിത്തുമ്പിൽ വിറക്കും ക്ഷണികമാം നിർക്കണമായല്ല നിങ്ങളുച്ചന്തമായി, നിസ്തന്ത്രമെന്നു മിരമ്പി മറിഞ്ഞിടും വിസ്തൃത സാഗരമായി മാറിയിടുക. അന്യർത്തൻ ക്ഷുദ്ര പരാഗകളേന്തുവ നല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരു കയ്യുകൾ. അന്യർത്തൻ ചിന്തകളേറ്റു പറയുക നല്ലല്ല നിങ്ങൾ കനർക്ക ചേതസ്സുകൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരാൺകുട്ടിയാണ്, നിങ്ങളൊരു ലോകമാണ്, റഹ്മത്തുള്ള ഒരു ലോകമാണ്, നീ ഒരു ലോകമാണ്. ഞാനാണെങ്കിൽ ഒരു ലോകമാണ്, പെണ്ണാണെങ്കിൽ ലോകമാണ്. നിനക്ക് അല്ലാഹു കൽപ്പനാധികാരം തന്നിട്ടുണ്ട്. നീ ആർജവത്തോടുകൂടി മനുഷ്യനായി പ്രവർത്തിക്കുക. ലോകത്തെ ഏറ്റവും അതിമഹത്തായ ഒരു മതം നിങ്ങൾക്ക് നൽകി, ലോകത്തെ ഏറ്റവും അതിമഹത്തായ ഒരു രാജ്യം നിങ്ങൾക്ക് നൽകി. ലോകത്തെ ഏറ്റവും അതിമഹത്തായ രാജ്യം എക്കാലത്തും ഇന്ത്യയാണ്. അല്ലാഹു ഈ രാജ്യത്തിന്റെ മക്കളായി ഇവിടെ പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചും നല്ലവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങളറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പും നിഗൂഢമായി. നിങ്ങൾ മുന്നോട്ട് പോവാ. കല്ല് കിട്ടിയാൽ നീയും മൈക്കലും അഞ്ചിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കോടറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നീ ഡാവിഞ്ചിയാവും. അതൊക്കെ നിന്നിലുണ്ട്. അതൊക്കെ നീ ഊതിക്കാച്ചിക്കൊണ്ടുവന്ന് സമൂഹ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഒരാൾ വന്നോ വന്നില്ലേ അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. വന്നാൽ വരും, വന്നില്ലെങ്കിൽ വരില്ല. നമ്മുടെ കാലത്ത് വന്നാലും ഏതായാലും വരും. അത് നമ്മുടെ കാലത്തായാലും ആയില്ലെങ്കിലും അത് നമ്മെ ബാധിക്കുന്ന വിഷയമേ അല്ല. നമ്മൾ നമ്മുടെ പണിയെടുത്ത് സ്വച്ഛന്തമായി മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.